അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവുണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു. ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കിയാൽ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫിർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിൻ്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു, ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേതല്ല. ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്തതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ, മുഖം മൂടിയാണ് CPMന്റെ അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാതി നൽകിയും ഒരു നടപടി ഉണ്ടായില്ല. ചെയർപേഴ്സൺ അവിടെ തുടരുന്നു. അവരെ അവിടുന്ന് മറ്റൊരിടത്തേക്ക് തരം താഴ്ത്തുകയാണ്. നമുക്ക് പരിശോധിക്കാം നമ്മുടെ ശ്രദ്ധ. ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. സാമ്പത്തിക വരുമാനം ഇല്ലാതെ ഈ പുതിയ അടക്കമുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ഇനി ബാക്കി വാഗ്ദാനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ ഈ ഫിനാൻഷ്യൽ ബേർഡൻ ഒഴിവാക്കാനുള്ള എന്തെല്ലാം സ്റ്റെപ്സ് ആയിരിക്കും ഈ ബജറ്റ് വരുന്നത്? നിങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റുമോ? ബജറ്റ് പ്രസംഗം ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, എന്നീന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ബജറ്റ് പ്രസംഗം. ഞാൻ പറയുന്നത് എന്താ അറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതി. അല്ല കേക്ക്, ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല. അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോവുള്ളൂ. ഒന്ന്, നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്. മനസ്സിലായില്ല? സേഫ്റ്റി കേരളത്തിനും വെള്ളം തമിഴ്നാടിനും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അത് തീർച്ചയായിട്ടും ഞങ്ങളൊരു ബൈലാറ്ററൽ ഡിസ്കഷൻസ് വി വിൽ കണ്ടക്ട് ബൈലാറ്ററൽ ഡിസ്കഷൻ. ഇല്ല, നമ്മളിപ്പോൾ അതിനുള്ള ബജറ്റിൻ്റെ വർക്കിൻ്റെ അകത്താണല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി സംസാരിക്കും. ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കും.
അതിന് അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രികാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർണാടക ഗവൺമെൻറ്റായിട്ട് സംസാരിക്കണം. തമിഴ്നാടുമായിട്ട് ഈ വെള്ളം പങ്കുവയ്ക്കുന്നതിൻ്റെ മുല്ലപ്പെരിയാറിലെ മാത്രമല്ല വിവിധ വിഷയങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഞാനത് 2 മുഖ്യമന്ത്രിമാരോടും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കണം. അപ്പോൾ നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് ചർച്ച പൂർത്തിയാകാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ നമ്മളത് തുടരും. അല്ല, നമുക്ക് നോക്കാം, നമുക്കത് നേടാം. ഞാൻ പറഞ്ഞല്ലോ, BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അവരെ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ കൂട്ടായ തീരുമാനം എടുക്കും. പഞ്ചാബ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ LDF ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചല്ലോ. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതിൽ. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ആരാ വാർത്ത ചമയ്ക്കുന്നത്? ആ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു. വരട്ടെ, അതിൽ തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അതിനകത്ത് തീരുമാനം. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്? 10 കൊല്ലം ഉണ്ടായിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി തോറ്റു. ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. പോണ പോക്കിന് ഫെബ്രുവരിയിലാണ് നടപ്പാക്കണത്. ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. കാരണം അതേ ഇലക്ഷന് മുമ്പേ, അല്ല ഞാൻ പറയട്ടെ തന്നെ, ഇലക്ഷന് മുമ്പ് അങ്ങ് കൊടുത്തേക്കണേ. ഇലക്ഷൻ സമയത്തെ അങ്ങനെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ചെയ്തിട്ടുണ്ടോ? 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് 5 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലേ? 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിയില്ലല്ലോ. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കണതിൻ്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന് കിട്ടി. 2 മാസം പെൻഷൻ അവർക്ക് കിട്ടി. അവരെ ആ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ അവസാനത്തെ പറ്റിക്കലേ.